ഹലോ, എല്ലാവർക്കും നമസ്കാരം. സലാം ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് വലിയ അഴീക്കൽ ബ്രിഡ്ജിൻ്റെ ഭാഗത്തേക്കാണ്. വലിയ അഴീക്കൽ അല്ലെങ്കിൽ അഴീക്കൽ പാലം എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ ബിഗ്ഗസ്റ്റ് ആർച്ച് പാലമാണ്. അപ്പോൾ ആ ആർച്ച് പാലം ഇതിൻ്റെ ഏറ്റവും വലിയ പാലമുള്ളത് ചൈനയിലാണ്. ചൈന കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രണ്ടാമത്തെയാണ് ഈ കൊല്ലവും ആലപ്പുഴയുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു ബ്രിഡ്ജാണ്. പിന്നെ വലിയൊരു ബ്രിഡ്ജാണ്. അതായത് അറബിക്കടലുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു ബ്രിഡ്ജാണ് വലിയ അഴീക്കൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇത് പിന്നെ 2022 മാർച്ചിലാണ് ഇത് നമുക്ക് ഇനാഗ്രേഷൻ ചെയ്ത് വന്നത്. ഇത് വന്നിട്ട് പിന്നെ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 1200 മീറ്ററോളം നീളമുണ്ട്. അതുപോലെ തന്നെ വീതി എന്ന് പറയുന്നത് 13.2 മീറ്റർ വീതിയുണ്ട്. 36 മീറ്റർ ഹൈറ്റും ഉണ്ട്. പിന്നെ അടിയിൽ കൂടെ കഴിഞ്ഞാൽ ബോട്ട് കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. അപ്പം പിന്നെ അതിമനോഹരമായ ഒരു പാലമാണ്. അത് നമ്മൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് അങ്ങോട്ട് പാലത്തിൻ്റെ അവിടോട്ട് പോകുന്ന കരുനാഗപ്പള്ളിയിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ റോഡ് സൈഡിലുള്ള കാഴ്ചകളാണ് നമ്മൾ കാണിച്ചു തരുന്നത്. പിന്നെ നമ്മൾ പാലത്തിൻ്റെ അവിടെ ചെന്നിട്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രം കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് പോകുന്നത് ബീച്ചിലേക്കാണ്. അവിടെ അഴീക്കൽ ബീച്ചുണ്ട്. അവിടുത്തെ അഴീക്കൽ ബീച്ചിലെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അഴീക്കലെ കുറച്ച് ഭാഗങ്ങൾ, ബീച്ചിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ. ഇനി അതിൻ്റെ ബാലൻസ് കുറച്ചിടുന്നുണ്ട്. അതും കൂടെ ഞാൻ നാളെ ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരു ദിവസത്തെ വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു സ്ഥലമാണ്. അതായത് കൊല്ലം ജില്ലക്കാർക്കും പത്തനംതിട്ട ജില്ലക്കാർക്കും ആലപ്പുഴ ജില്ലക്കാർക്കും എല്ലാം വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇത്. രാവിലെ പോയാൽ നമുക്ക് വൈകുന്നേരം വരെ നമുക്ക് അവിടെ എല്ലാം കണ്ട് ആസ്വദിച്ച് തിരിച്ചു വരാൻ പറ്റും. ഒരു ഫാമിലി ട്രിപ്പ്, അതായത് സൺഡേയിലൊക്കെ നമുക്ക് ഫാമിലിയായിട്ട് പോയി അടിച്ചു പൊളിച്ച് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നല്ല സീ ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. കാരണം അവിടെ അഴീക്കൽ ഹാർബറുണ്ട്, വലിയ ഹാർബറാണ്. അപ്പം അവിടുന്ന് ഈവനിങ് ഒക്കെ സമയമാണെങ്കിൽ നമുക്ക് അവിടെ ലേലം വിളിയൊക്കെ ഉണ്ട്. ഫിഷൊക്കെ നല്ല ഫ്രഷ് ഫിഷായിട്ട് അവിടെ വൈകുന്നേരം കൊണ്ടുവന്ന് അവിടെ ലേലമൊക്കെ വിളിക്കും. അപ്പോൾ നമുക്ക് ചെറിയ പൈസക്കൊക്കെ മീനൊക്കെ കിട്ടും. പിന്നെ ഒരു ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ വാങ്ങിച്ചോണ്ട് കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ എല്ലാത്തിനും പറ്റിയൊരു നല്ല വൈബുള്ളൊരു സ്ഥലമാണ്. അപ്പം അങ്ങോട്ട് പോകുന്ന കാഴ്ചകളാണ് നമ്മളിപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് നല്ല ബീച്ച് ഏരിയയാണ് കൂടുതലും. പിന്നെ നല്ല വൈബുള്ള ഒരു സ്ഥലമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു പാലമാണ് മെയിനായിട്ട്. എന്ന് പറഞ്ഞാൽ ഏഷ്യയിൽ തന്നെ നമ്മൾ രണ്ടാമത്തെ വലിയ ബിഗ്ഗസ്റ്റ് പാലമായതുകൊണ്ട് അത് ആർച്ച് പാലമാണ്. കാണാൻ നല്ല മനോഹരമാണ്. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനും എല്ലാത്തിനും പറ്റിയ നല്ല വൈബുള്ള സ്ഥലമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ബെല്ലൈക്കൺ അടിക്കുക. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാം ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത് പുതിയതായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ്. അപ്പം ആൾക്കാരൊക്കെ ആയി വരുന്നതേ ഉള്ളൂ, വ്യൂവേഴ്സൊക്കെ കൂടുതലായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുകയാണ്. നമ്മൾ ഇവിടുന്ന് പിന്നെ കരുനാഗപ്പള്ളിയിൽ നിന്ന് 14 കിലോമീറ്റർ അത്രയും ദൂരമേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. പിന്നെ ബീച്ചിൻ്റെ അടുത്തിട്ട് അവിടെ പിന്നെ ബീച്ചും ഇതും എല്ലാം പാലം എല്ലാം അടുത്തടുത്താണ്. അതായത് കൊല്ലം ജില്ലയും ആലപ്പുഴ ജില്ലയും എല്ലാം അടുത്തടുത്താണല്ലോ. അങ്ങനെ അതിൻ്റെ ഒരു ബോർഡർ സെക്ഷനാണ് അവിടെ. അപ്പം പത്തനംതിട്ടക്കാർക്കും പിന്നെ കൊല്ലംകാർക്കും ഒക്കെ പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു ദിവസത്തെ ഈവനിങ്, രാവിലെ മുതൽ ഈവനിങ് വരെ നമുക്ക് ഫുള്ളായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ബീച്ചിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് ഞങ്ങളെല്ലാവരും കാണുക. അവിടെയും നല്ല വൈബൊക്കെയാണ്. കുട്ടികളെ കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അവിടുത്തെ അഴീക്കൽ ബീച്ച്. അപ്പോൾ അവിടെയും കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള എല്ലാം ഉണ്ട്. കുതിരസവാരി ഉണ്ട്, പിന്നെ മോട്ടോർ ബൈക്കുകൾ പിന്നെ ഉണ്ട്. അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. പിന്നെ പിള്ളേർക്ക് അത്യാവശ്യം വേണ്ട കളിപ്പാട്ടങ്ങൾ അത് ഇതൊക്കെ വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ഫുഡൊക്കെ കിട്ടും, സീ ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. അങ്ങനെ ഫുഡിനോട് താല്പര്യമുള്ളവർക്ക് അവിടെ പോയാൽ നല്ലോണം ഫുഡൊക്കെ അവിടെ ഫ്രഷ് ഫുഡൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല സീ ഫുഡൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല വൈബായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം നമ്മളിങ്ങനെ ഏകദേശം അതിൻ്റെ പാലത്തിന് അടുക്കാറായിട്ടുണ്ട്.
ഇനിയും കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ പാലത്തിൻ്റെ അവിടെ എത്തും. പിന്നെ നമ്മൾ പാലത്തിൻ്റെ വലിയ ഫുൾ കാഴ്ചയൊന്നും കാണിക്കുന്നില്ല. ഞങ്ങൾ അവിടെ ഇറങ്ങി പിന്നെ പിന്നെ അവിടെ നിന്ന് നമ്മൾ ആസ്വദിക്കുകയായിരുന്നു. അപ്പോൾ അത് കൂടുതലൊന്നും വീഡിയോ പിടിച്ചിട്ടില്ല. അപ്പം എല്ലാവർക്കും അവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ നമ്മൾ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി നല്ല മനോഹരമായിട്ടുള്ള ആ ഒരു പാലവും അവിടുത്തെ ആ ഒരു സീനറിയും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ലൈറ്റ് ഹൗസ് ഉണ്ട്. ലൈറ്റ് ഹൗസിൽ നമുക്ക് അതിനകത്ത് കയറാൻ പറ്റും. അവിടെ നിന്നാൽ നല്ല വ്യൂ കിട്ടും. പിന്നെ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മളാണ്ട് പാലത്തിൻ്റെ തൊട്ടടുത്തെത്തി. ഇതാണ് പാലം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ആദ്യമേ പറഞ്ഞില്ലേ, 1200 മീറ്റർ നീളമുണ്ട്. അതായത് ഇതുപോലത്തെ 3 വലിയ ബിഗ് ആർച്ചാണ് അതിൽ പിടിപ്പിച്ചിരിക്കുന്നത്. അതാണ് ഈ പാലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ച.